ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കോപ്പ ഡെൽ റേ കലാശ പോരാട്ടത്തിൽ റയലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു FC ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ആ കിരീടം റയലിന് നഷ്ടമാവുകയും ചെയ്തു. ആ മത്സരത്തിന് ശേഷം FC ബാഴ്സലോണയുടെ താരങ്ങൾ പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതായത് ലാമിൻ യമാലും അതുപോലെ തന്നെ ഇനീഗോ മാർട്ടിനസും ഒക്കെ ഒരൽപ്പം റയലിനെ താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. യമാൽ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: റയൽ എത്ര ഗോളുകൾ നേടുന്നു എന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല. അവർക്ക് ഈ വർഷം ഞങ്ങളെ തോൽപ്പിക്കാനേ സാധിക്കില്ല. ഇതായിരുന്നു യമാൽ ആ മത്സരത്തിന് ശേഷം പറഞ്ഞിരുന്നത്. ഇനീഗോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാത്രി ഫുട്ബോളാണ് വിജയിച്ചത്. ഞങ്ങൾ അവരെക്കാൾ മികച്ചതാണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തെളിഞ്ഞു. ഇതായിരുന്നു ഇനീഗോ മാർട്ടിനസ് പറഞ്ഞിരുന്നത്. ഈ താരങ്ങളുടെ പ്രസ്താവനകൾ ഇപ്പോൾ റയൽ മാഡ്രിഡ് താരങ്ങളെ അഥവാ അവരുടെ സ്ക്വാഡിനെ ചൊടിപ്പിച്ചു, അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ചു, അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റയലിന്റെ സ്ക്വാഡ് ഇതെല്ലാം ഓർത്തു വെക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അടുത്ത എൽ ക്ലാസിക്കോ മത്സരത്തിന് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇതെല്ലാം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒരു റിവെഞ്ച് എടുക്കണം എന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കും റയൽ മാഡ്രിഡ് അടുത്ത എൽ ക്ലാസിക്കോ മത്സരത്തിന് ഇറങ്ങുക എന്നാണ് മാർക്കയുടെ റിപ്പോർട്ടായിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അടുത്ത എൽ ക്ലാസിക്കോ മത്സരം ഇങ്ങെത്തി കഴിഞ്ഞിട്ടുണ്ട്. മെയ് 11-ാം തീയതി അഥവാ വരുന്ന ഞായറാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുക. ലാലിഗ മത്സരമാണ്. ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 7:45-ന് FC ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.